ഹലോ, എല്ലാവർക്കും നമസ്കാരം. ദിസ് ഇസ് അജ്മൽ. എസ് ജെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അങ്ങനെ നമ്മളെ ഇൻട്രോ ഒക്കെ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ട് നമ്മളെ ഇൻട്രോ കണ്ടിട്ടാ. അപ്പോൾ എന്തായാലും ഇഷ്ടമായി എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കുറച്ച് ദിവസം നമ്മളെ സ്പോട്ടിക്ക് വന്നിട്ട് സ്പോട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, നമ്മൾ ബോട്ടിലിട്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മളെ സ്പോട്ടിക്ക് വന്നിട്ടില്ല. അപ്പോൾ നല്ല രീതിയിൽ വെള്ളം കയറുന്നുണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞത്. നമ്മളെ വഞ്ചിയൊക്കെ മുങ്ങിണെന്നല്ല കേട്ടോ, എന്തായാലും പോയേക്കാം. അപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് കയറുന്നുണ്ട്. നമ്മുടെ വഞ്ചൊക്കെ മുങ്ങി. അപ്പോൾ നല്ല രീതിയിലായിട്ടാണ് വെള്ളം കയറിയിട്ടുള്ളത്. അപ്പോൾ വഞ്ചൊക്കെ ഇവിടെ നമുക്ക് കാണാനുണ്ട്, ഒരു തലഭാഗം കാണാനുണ്ട്. അപ്പോൾ നല്ല മഴ തന്നെയായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും വഞ്ചി മുങ്ങാണ്ടിരിക്കില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വഞ്ചൊക്കെ ഒന്ന് പൊന്തിക്കണം. അപ്പോൾ ഇതാ നമുക്ക് ഏകദേശം ഇതാ വെള്ളം നമ്മളെ ഈ വരുന്ന വഴിയിലൊക്കെ കയറാറുണ്ട്. ഇതാ അതുവരെയൊക്കെ എത്തിയിട്ട് ഇനിയിപ്പോൾ ഇതാ രണ്ട് സ്റ്റെപ്പുകളുള്ളൂ. 2 സ്റ്റെപ്പ് കഴിഞ്ഞാൽ അങ്ങോട്ട് മേലെ കയറും കേട്ടോ. ഇവിടുത്തെ മാത്രമല്ല കേട്ടോ, നമ്മൾ ചലക്കടയത്തെ ഒരു വീഡിയോ എടുക്കണമെന്നുണ്ട്. പിന്നെ നമ്മളെ മാറാടി, അതുപോലെ നമ്മളെ തുറവണം ദ്വീപിലൊക്കെ അത്യാവശ്യം വെള്ളം കയറിയിട്ടുണ്ടെന്നാണ് നമ്മളെ ഒരു ഏകദേശം നിഗമനം. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയേക്കാം. ഓക്കെ, അപ്പോൾ ഞമ്മളിപ്പോൾ ഇതാ കടത്ത് എത്തിയിട്ടാ, നമ്മളെ ചലക്കട എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളെ അൻവർക്ക, അഭിഷേട്ടൻ, ഷഫീഖ എല്ലാം ഉണ്ട്. നമ്മളെ ഷഫീഖ പിന്നെ പേര് അഭിഷേട്ടുണ്ട്. നമ്മളെ അഭിഷേട്ടൻ, നമ്മളെ അന്വർക്ക, നമ്മളൊക്കെ പ്രിയപ്പെട്ട ആൾക്കാരട്ടാ. ഇപ്പത്തെ ഏകദേശത്തെ വെള്ളം അത്യാവശ്യം കയറുന്നുണ്ട് കേട്ടോ. നമ്മൾ അന്ന് വന്നപ്പോ ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിതാ പോസ്റ്റൊക്കെ അതാ വെള്ളത്തിലായിട്ടാ. ഇതാണ് ഇപ്പഴത്തെ ചരക്കളവിന്റെ അവസ്ഥ. അപ്പൊ എന്തായാലും നമ്മളിത് നേരെ ഇനി പോണത് തുറവണത്ത് കേട്ടാ. അപ്പൊ നമ്മതാ തുറവണത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ മാറാടി വഴിയാണ് പോണത്. നമ്മതാ മാറാടിക്കൊക്കെ എത്തിട്ടാ. മാറാടിക്ക് അത്യാവശ്യം വെള്ളം കയറിണ്ടാവും. എന്തായാലും ഇതാ മാറാടി പോയേക്കാം നമുക്ക്. നമ്മതാ മാറിയ കൂടെ ഇതാ പോയിക്കൊണ്ടിരിക്കട്ടാ. അപ്പൊ നല്ല രീതിയിൽ വെള്ളം കയറുന്നുണ്ട്. നമ്മളിപ്പോ മാർഗൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്താന്ന് നമുക്ക് നേരിട്ട് കാണാം. അപ്പോൾ വെള്ളതാ ഈ രീതിയിൽ കയറിട്ടാ. അപ്പോൾ ഇതിനെക്കാട്ടും ഇങ്ങോട്ടൊക്കെ റോട്ടിൽ കയറുന്നുണ്ട് എന്നൊക്കെയാണ് നമുക്ക് തോന്നണത് വെള്ളം കാണുമ്പോൾ. എന്തായാലും വെള്ളം ഒന്ന് കുറഞ്ഞിക്കാണ്. 2 ദിവസം മഴ ഉണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും നമുക്ക് തുറാണത്തേക്കൊന്ന് പോയേക്കാം. തുറാണത്ത് എന്താണ് അവസ്ഥ എന്നൊക്കെ ഒന്ന് പോയേക്കാം. നമ്മളന്ന് തുറവണത്തേക്ക് പോയത് വഞ്ചിയിലാണ് കേട്ടോ. നമ്മള് റോട്ടിൽ കൂടെ നമ്മൾ ഈ വഴിയാണ് നേരെ പോവുക. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ഉണ്ടാവും തുറവണത്തേക്ക്. എന്തായാലും അടുത്ത അവസ്ഥ നമുക്ക് എന്തായാലും പോയിട്ട് തന്നെ കാണാം. ഓക്കെ, അങ്ങനെ ഞങ്ങതാ തുറവണം ദ്വീപിലേക്ക് പോകുന്ന റോഡിലുള്ളതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 ഭാഗത്ത് ആൾക്കാരുണ്ട്. അപ്പോൾ ഞമ്മ വീട് വെക്കണൊക്കെ ഇതാ ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അധികം മുന്നോട്ട് നമുക്ക് പോകാനും പറ്റില്ല, അവിടെ വെള്ളമുള്ളതുകൊണ്ട്. ഇവിടെ വണ്ടി സൈഡാക്കിയിട്ടാണ് നമുക്ക് ഇവിടെ നിന്ന് നടന്നു പോവാം. കുറച്ച് പേരൊക്കെ ഇതാ നടന്നു വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോ ഇതാ തുറന്നത്തേക്ക് എത്തിട്ടാ. അപ്പൊ ഇവിടെ എത്തിയപ്പോ നമ്മളെ ആൾക്കാർക്ക് പറഞ്ഞത് ഏകദേശം വെള്ളം കുറഞ്ഞെന്നാണ്. എന്നാലും വെള്ളം ഉണ്ട് കേട്ടോ. ആൾക്കാർക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ആ കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പൊ വെള്ളം ഏകദേശം കുറഞ്ഞിക്കണ്. എന്തായാലും ആൾക്കാരിത് അങ്ങനെ നടന്നിട്ട് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇവിടെ ആൾക്കാർ ബൈക്കൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അപ്പുറത്തേക്ക് പോവാ. ഇപ്പൊ രാത്രി കാലങ്ങളാണ് ഭയങ്കര ആൾക്കാർ ബുദ്ധിമുട്ടാ. എന്തൊരു പെട്ടെന്ന് ഒരു എമർജൻസി, എന്തൊരു ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടെങ്കിൽ ആൾക്ക് പെട്ടെന്ന് എത്താൻ പറ്റാത്തൊരു അവസ്ഥ അവിടെ. അപ്പൊ നമ്മളിതാ വെള്ളത്തിൽ കൂടെ നടന്നു പോട്ടോ. കുറച്ച് പോയേക്കാം. എന്താണ് അവിടുത്തെ അവസ്ഥ എന്താ നമുക്കൊന്ന് പോയേക്കാം. ഓക്കെ, ഈ റോട്ടിലേക്ക് കയറിയ വെള്ളം അവസാന ഭാഗം വരെ ഉണ്ട്. നമ്മൊന്ന് പോയേക്കുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് മനസ്സിലാവുള്ളൂ വെള്ളം എത്രത്തോളം ഉണ്ട് എന്നൊക്കെ. അപ്പോൾ അവിടെ നമ്മൾ റിട്ടേൺ വന്നിട്ട് ഇവിടുത്തെ ഒരാളോട് നമ്മൾ ഇവിടുത്തെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നതായിരിക്കും കേട്ടോ. ഇവിടെ അത്യാവശ്യം ഒഴുക്ക് കേട്ടോ ഈ ഭാഗത്തായിട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പം എന്തായാലും നമുക്ക് കുറച്ചൊന്ന് ഫ്രണ്ടിൽ പോയേക്കാം.
അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ ഒരു മോട്ടോർ പേരുണ്ട്, അതിലൊക്കെ പോയേക്കാം. കുറച്ചുകൂടി വെള്ളയിൽ നമുക്ക് റോഡ് ഏതാണ് കണ്ടേതാണ് നമുക്ക് മനസ്സിലാത്തൊരു അവസ്ഥ ഉണ്ടത്. അപ്പം എന്തായാലും വളരെ പ്രയാസമാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒരു ജീവിതം. 200-ഓളം ആൾക്കാരുണ്ട് അപ്പുറത്ത് താമസിക്കാം. അപ്പൊ അവർക്ക് സഞ്ചാരയോഗ്യമായൊരു റോഡ് തന്നെ ഉള്ളൂ കേട്ടോ, വേറെ വഴിയൊന്നുമില്ല. അപ്പൊ തണ്ട നമ്മൾ അന്ന് വന്നൊരു മോട്ടോർ പേരാ, മോട്ടോർ പേരുടെ അടുത്തൊന്ന് പോയേക്കാം. ഇവിടെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വെള്ളത്തിന്റെ ഒഴുക്കുണ്ട് കേട്ടോ, നമുക്ക് കാണാൻ പറ്റും. ഒരു മോട്ടോർ പേര. എന്തായാലും അടുപ്പിച്ചിലൊരു മഴ കാരണമാണ് ഇങ്ങനെ ഒരു വെള്ളം വന്നുള്ളത്. എല്ലാ വർഷവും ഇവിടെ ഇങ്ങനെയാണ്, ഞാൻ പറഞ്ഞല്ലോ. കുറച്ച് ഫ്രണ്ടിനും വെള്ളമുണ്ട്, അപ്പൊ അവിടെ ഒന്ന് പോയിട്ട് നമുക്ക് റിട്ടേൺ വരട്ടോ. വെള്ളത്തെ അതുകൊണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് വെള്ളം തീരല്ല. അപ്പൊ ആൾക്കാരൊക്കെ ഇവിടെ ഏകദേശം വണ്ടിയൊക്കെ വെച്ചിട്ടാണ് ഇവിടെ നിന്ന് നടക്കുക. അപ്പുറത്ത് വണ്ടിയൊക്കെ ഉണ്ട്. അപ്പോ ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. നമ്മുടെ റൈറ്റ് സൈഡിൽ ഒരു ബണ്ടുണ്ട് കേട്ടോ, അത് കുറച്ച് പേരുള്ളൂ. അപ്പൊ അവിടെയൊക്കെ ഏകദേശം വെള്ളം കയറിക്കണം. നമ്മൾ ഇവിടുന്ന് റിട്ടേൺ പോവാണ്. അപ്പൊ എന്തായാലും അവസ്ഥ ഭയങ്കര ഒരു ദയനീയാണ് കേട്ടോ. അപ്പൊ വണ്ടി പോകാൻ പറ്റാത്തൊരവസ്ഥ ഇതാ ഒരു ചേച്ചി വരുന്നുണ്ട് നമ്മുടെ ബാക്കിൽ. വളരെ കഷ്ടപ്പെട്ടാണ് വരുന്നതൊക്കെ. കുട്ടികൾക്ക് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് രാത്രി പെട്ടെന്ന് നല്ല വണ്ടി എന്തെങ്കിലും നല്ല കസാലയിലൊക്കെ വെച്ചിട്ട് കൊണ്ടുവരുന്ന ആൾക്കാർ ഞാൻ ഇവിടെ കൊണ്ടുപോയത് വണ്ടി അവിടെ കൊണ്ട് നിർത്തിയിട്ട് കസാലയിൽ വരുന്ന ആൾ വാങ്ങി പിടിച്ചിട്ടാണ് വീട്ടിലൊരു പഴയിരിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ബോട്ടൊക്കെ ഇങ്ങനെ ബോട്ട് പണ്ട് നമ്മളതുപോലെ മുന്നേ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വെള്ളപ്പൊക്കമായപ്പോൾ പോകാൻ പറ്റാതെ വന്നപ്പോൾ ബോട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിട്ട് ഇപ്പോൾ അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവലില്ല. ഇവിടുത്തെ കോൺക്രീറ്റ് കാരണം കുറച്ച് എല്ലാം എപ്പോഴും പറ്റില്ല. അവിടെ ഇവിടെ വെള്ളത്തിൻ്റെ ഒന്നും ഇല്ലാതെ ഉണ്ടാവും. അതൊക്കെ കാര്യങ്ങൾ. ഇപ്പോൾ വെള്ളം കുറച്ച് കുറവുണ്ടല്ലേ? വെള്ളം ഇപ്പോൾ ഒരു അത്യാവശ്യം കുറവുണ്ട്. എന്നാലിപ്പോൾ ഇതിൽ കഴിഞ്ഞാൽ വണ്ടികളൊക്കെ വരാൻ പോകുന്നില്ലേ. ഇപ്പോൾ മഴ ഇനിയിപ്പോൾ ഉണ്ടാവും. ഇനിയിപ്പോൾ കർക്കിടകത്തിൻ്റെ മഴ എല്ലാം പറയാറില്ല. കർക്കിടകം കഴിഞ്ഞില്ലല്ലോ, തുടങ്ങിയിട്ടുണ്ടല്ലേ? തുടങ്ങിയിട്ടില്ലല്ലോ. കർക്കിടകം 7-8 അതൊക്കെ തോന്നുന്നു. അവസ്ഥ ഭയങ്കര ദയനീയാണല്ലേ. ഇപ്പോൾ ആൾക്കാർക്ക് കണ്ടുകൂടെ കുറെ വർഷങ്ങളായിട്ട്. അപ്പൊ ഇവിടുത്തെ ജീവിതം ഇവിടെ വന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പോൾ ഏകദേശം 200 വീടുകളുണ്ട്. അതിലിപ്പോൾ ഒരു ഏകദേശം എല്ലാ കുട്ടികളും പഠിക്കാണ് കുട്ടികളാണ്. LKG മുതൽ +2 ഡിഗ്രിക്ക് പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അവരുടെ കഷ്ടപ്പാടാണ്. അതെ, നമുക്ക് കുറച്ച് വെള്ളം കയറിലൊക്കെ ബസ് കണ്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾ പൊന്ന് മാത്രമേ ഇപ്പോൾ ഒരാഴ്ച പൊന്നൊരു വണ്ടി പോയിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലത്ത് വരെ വന്നിട്ട് അവിടെ പിള്ളേരൊക്കെ ഇങ്ങനെ ഒപ്പിട്ടിട്ടും ഞാനും പിന്നെ കുട്ടീനെ കാത്തിട്ടാണ്. എൻ്റെ മകൻ്റെ കുട്ടീനെ കാത്തിട്ടാണ്. അത് പഠിക്കണേ. അവൻ പരമ്പാട് രണ്ടാളൊക്കെ കൊണ്ടുപോയി. ഒരാളെ 3 ആളുണ്ട്. ഒരാൾ കഴിക്കാറില്ലാണ്ട് പോയിട്ടുണ്ട്. അല്ല, വണ്ടി ഇങ്ങോട്ട് വരുന്ന ബസ് അതാ അല്ലവാ കഴിക്കണം. 2 നേരം അങ്ങോട്ട് കൊടുക്കാൻ കൊടുക്കും. ഇവിടെ എത്തിയിരുന്നത് നമുക്ക് പിള്ളേരെ ഒട്ടിക്കണം പേടിയാണ്. ഇവിടുത്തെ പിള്ളേരെ കാരൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടം. എല്ലാവരും കിട്ടാനും അത് പറഞ്ഞു. അതെ, 4 മാസം വേനൽക്കാലത്ത് കിട്ടല്ലേ? ഏപ്രിലായിട്ടാണ്. അപ്പൊ ഇതുള്ളതുകൊണ്ട് ഇപ്പൊ ഏകദേശം നമുക്ക് നടക്കാനും ഇതിനാട്ടിൽ കുറച്ചുകൂടി ഇതുണ്ട്. കാരണം ഇവിടെയൊക്കെ നല്ല വളരെ ആഴമുള്ള കാലം താഴ്ന്നെടുക്കല്ലേ. അപ്പൊ നമ്മളിപ്പോ ഇതേപോലെ കുറച്ച് മുന്നോട്ടായപ്പോ കുറച്ച് താഴ്ന്നൊരു അതിന്റെ അവിടെ പറഞ്ഞിട്ട് അവിടെ ഒന്ന് സ്ലോപ്പാക്കാൻ പറയുന്നത് കഴിയില്ല. നമ്മളെ കണക്കിട്ട് വരുള്ളൂ. ഈ സൈഡിലത്തെ കല്ല് മണ്ണൊക്കെ ഒലിച്ച് പോയി. അങ്ങനെ ഒരു മഴ ആയിട്ട് ഇങ്ങനെ വെള്ളം വന്നാലൊക്കെ ഇങ്ങനെ കുറച്ച് ഈ വേഷമൊക്കെ ഇട്ടിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. സൈഡായി അത് ആ ഭാഗത്തുണ്ടായിരുന്നു.
ഇനി പോലെ വണ്ടി കയ്യിൽ വന്ന് ചാടി കഴിഞ്ഞാൽ പ്രശ്നമില്ല. പ്രശ്നമാണ്. അവിടുന്ന് ആ വെള്ളം കംപ്ലീറ്റ് കല്ല് പോയില്ല, മണ്ണ് പോയില്ല. അതെ അതെ. ഈ സൈഡിലൊന്നും ഇതില്ല, മണ്ണില്ല, പൊളിച്ചു പോയില്ല. അപ്പൊ ഇനിയിപ്പോ അതേമാതിരി പോലെ വണ്ടി വരുമ്പോഴേ ഒരു കൈ കൊടുക്കുകയാണെങ്കിൽ ഒരു ഒറ്റയ്ക്ക് ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഒരു കാറ് വരികയാണെങ്കിൽ വേറെ വണ്ടിക്കാൻ പോകാൻ പറ്റില്ല. വണ്ടി അപ്പൊ ഇതൊക്കെ അടുത്ത ഇവിടുത്തെ അവസ്ഥ. അപ്പൊ നമ്മളെ കൂടെ ഉണ്ടായിരുന്നത് നമ്മളെ അശോകേട്ടനാണ്. അശോകേട്ടനാണ് കുറച്ച് കാലം നമുക്ക് പറഞ്ഞത്. അപ്പോ നമ്മള് അനുഭവിക്കാത്ത ജീവിതങ്ങൾ നമുക്ക് വെറും കെട്ടുകഥകൾ എന്ന് പറഞ്ഞത് വളരെ ശരിയാട്ടാ. അപ്പൊ എന്തായാലും ഇവിടുത്തെ ഒരു ജീവിതമൊക്കെ ഭയങ്കര ഒരു കഷ്ടമാണ്. അപ്പൊ നമ്മള് വീഡിയോ അവസാനിപ്പിക്കാണ്. അപ്പൊ എന്തായാലും ഓക്കെ, താങ്ക് യു. അതിന് മുന്നേ നമ്മളെ സബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല രീതിയിലുള്ള കമന്റ് രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.